നമസ്കാരം. കോതമംഗലം വടാട്ടുപാറ പലവൻ പുഴതീരത്ത് നിന്നിരുന്നതും ഇടിമിന്നലിൽ തീപിടിക്കുകയും ചെയ്ത വൻമരത്തിൻ്റെ അവശിഷ്ടങ്ങൾ നാട്ടുകാർക്ക് സമ്മാനിക്കുന്നത് നൊമ്പരപ്പെടുത്തും ഓർമ്മകൾ. അവരുടെ പ്രിയപ്പെട്ട എൽദോസിൻ്റെ ജീവൻ പൊലിഞ്ഞത് ഈ മരച്ചുവട്ടിലാണ്. ഇക്കഴിഞ്ഞ മാർച്ച് 3-നാണ് ഉറ്റവരെയും അടുപ്പക്കാരെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിയ ആ ദുരന്തം സംഭവിച്ചത്. ഉച്ചകഴിഞ്ഞ് 3 മണിയോടടുത്ത് കുളിക്കുന്നതിനായിട്ടാണ് എൽദോസ് എന്നറിയപ്പെടുന്ന പ്രദേശവാസി കൂടിയായ കുഴലിപ്പുറത്ത് ബേസിൽ 23 പലവൻ പുഴയിലേക്ക് പോകുന്നത്. അധികം താമസിയാതെ മഴ ആരംഭിച്ചു. ഇടയ്ക്ക് വലിയ ശബ്ദത്തോടെ ഇടിമിന്നലുണ്ടായി. മിന്നലേറ്റ് പുഴതീരത്തെ കുളിക്കടവിനോട് ചേർന്നുള്ള ആ വൻമരത്തിന് തീപിടിച്ചു. ഈ സമയം ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന എൽദോസിനും ഇടിമിന്നലേറ്റു. ഇടിമിന്നലിന് പിന്നാലെ എൽദോസ് തെറിച്ചു വീണെന്നാണ് സമീപത്തുണ്ടായിരുന്ന വിനോദസഞ്ചാരികളുടെ വിവരണങ്ങളിൽ നിന്നും ഇതുവരെ വ്യക്തമായിട്ടുള്ളത്. അനക്കമറ്റ നിലയിൽ കണ്ടെത്തിയ എൽദോസിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടിമിന്നലേറ്റ വൻമരം പിന്നീട് ആഴ്ചകളോളം പുകഞ്ഞ് കത്തിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ഓരോ ഭാഗങ്ങളായി നിലം പതിച്ചു. ചുവടിനോട് അടുത്ത ഭാഗത്ത് തീ ആളിപ്പടർന്നിരുന്നു. പിന്നെയും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ മരത്തിൻ്റെ തീ അണഞ്ഞത്. ദുരന്ത സ്മാരകം പോലെ നിൽക്കുന്ന ഈ മരക്കുറ്റി പുഴയിൽ കുളിക്കാനും മറ്റും എത്തുന്ന പ്രദേശവാസികളിൽ എൽദോസിനെ കുറിച്ചുള്ള സ്മരണകൾ ആളിക്കത്തിക്കുന്ന അടയാളമായി മാറിക്കഴിഞ്ഞു. വലിയ രീതിയിൽ തീ ആളിയിട്ടും ഈ ഭാഗം മാത്രം കത്തുപിടിക്കാതെ അവശേഷിച്ചത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. M4 മലയാളം, കോതമംഗലം.